റേഷൻ കാർഡ് ഉടമകൾക്കായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി മാറ്റങ്ങളും പുതുക്കലുകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഭക്ഷ്യപൊതുവിതരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റേഷൻ വിതരണ സംവിധാനം ഇന്ന് ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് കൂടുതൽ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ പൊതുവിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനായി സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നു. റേഷൻ കാർഡുകളുടെ ഡിജിറ്റലൈസേഷൻ, ആധാറുമായി ബന്ധിപ്പിക്കൽ, ഇക്വൈസി നടപടികൾ, അംഗങ്ങളുടെ വിവരങ്ങൾ പുതുക്കൽ, സ്മാർട്ട് റേഷൻ കാർഡ് പദ്ധതി, റേഷൻ വിതരണത്തിലെ പുതിയ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ നിലവിൽ മുൻഗണന വിഭാഗം, അന്ത്യോദയ അന്യയോജന വിഭാഗം, മുൻഗണനേതര സബ്സിഡി വിഭാഗം, മുൻഗണനേതര വിഭാഗം എന്നീ വിവിധ വിഭാഗങ്ങളിലായി റേഷൻ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാർഡ് ഉടമകൾ അവരുടെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുകയും ആവശ്യമായ പരിശോധനകളിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ വിവരങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വിലാസമാറ്റങ്ങൾ, മരണപ്പെട്ട അംഗങ്ങളുടെ വിവരങ്ങൾ നീക്കം ചെയ്യാത്തത്, പുതിയ അംഗങ്ങളെ ചേർക്കാത്തത് തുടങ്ങിയ കാരണങ്ങളാൽ വിവിധ സേവനങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഇക്വൈസി നടപടികൾ. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ക്ഷേമ പദ്ധതികൾ കൂടുതൽ കൃത്യതയോടെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി ഇക്വൈസി നടപടികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആധാർ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ ശരിയായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി വിവിധ ഘട്ടങ്ങളിലായി പരിശോധനകൾ നടത്തിവരുന്നു. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഈ നടപടികൾ നിർണായകമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ പുതുക്കുന്നത് മറ്റൊരു പ്രധാന വിഷയമാണ്. വിവാഹം, ജനനം, മരണം, താമസ സ്ഥലം മാറ്റം തുടങ്ങിയ സാഹചര്യങ്ങൾ കുടുംബ വിവരങ്ങൾ മാറാറുണ്ട്. എന്നാൽ പലരും ഈ മാറ്റങ്ങൾ സമയബന്ധിതമായി റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താറില്ല. ഇതുമൂലം ഭാവിയിൽ വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെയോ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയോ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് വിവരങ്ങൾ പുതുക്കുന്നത് വളരെ പ്രധാനമാണ്. സ്മാർട്ട് റേഷൻ കാർഡ് സംവിധാനത്തെക്കുറിച്ചും വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പേപ്പർ അടിസ്ഥാനത്തിലുള്ള പഴയ കാർഡുകൾക്ക് പകരമായി കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഡിജിറ്റൽ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കാർഡുകൾ ഭാവിയിൽ പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ആധുനികമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വേഗത്തിൽ പരിശോധിക്കാനും സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നൽകാനും ഇത് സഹായകരമാകും. റേഷൻ വിതരണ രീതിയിലും സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ വഴി വിരലടയാളം അല്ലെങ്കിൽ മറ്റ് തിരിച്ചറിയൽ മാർഗങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംവിധാനം കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട്. ഇതുവഴി വ്യാജ ഗുണഭോക്താക്കളെ ഒഴിവാക്കുകയും യഥാർത്ഥ അവകാശികൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. പൊതുവിതരണ സംവിധാനത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ റേഷൻ കടകളുടെ പ്രവർത്തന രീതിയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക, പരാതികൾ വേഗത്തിൽ പരിഹരിക്കുക, സ്റ്റോക്ക് വിവരങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടികൾ സ്വീകരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നൽകുന്നതിനും സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. റേഷൻ കടയുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടുതൽ ജനപ്രിയമായി മാറിയിരിക്കുകയാണ്. പുതിയ അപേക്ഷകൾ സമർപ്പിക്കൽ, കാർഡ് വിവരങ്ങൾ പരിശോധിക്കൽ, അംഗങ്ങളെ ചേർക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ, വിലാസം തിരുത്തൽ, അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കൽ തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ രീതിയിൽ ലഭ്യമാണ്. ഇതുവഴി ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം പലപ്പോഴും ഒഴിവാക്കാൻ കഴിയുന്നു. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനം പൊതുജനങ്ങൾക്ക് സമയവും ചെലവും ലാഭിക്കാൻ സഹായകമാണ്. റേഷൻ കാർഡ് വെറും ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനുള്ള രേഖ മാത്രമല്ല എന്നതും ശ്രദ്ധേയമാണ്. നിരവധി സർക്കാർ പദ്ധതികൾക്ക് അർഹത നിർണ്ണയിക്കുന്നതിനും വിവിധ ധനസഹായ പദ്ധതികൾ അപേക്ഷിക്കുന്നതിനും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി റേഷൻ കാർഡ് ഉപയോഗിക്കപ്പെടുന്നു. അതിനാൽ കാർഡിലെ വിവരങ്ങൾ കൃത്യവും പുതുക്കിയതുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പുതിയ ക്ഷേമ പദ്ധതികളിലും റേഷൻ കാർഡിന്റെ വിവരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകാൻ സാധ്യതയുണ്ട്.
കേരളത്തിലെ പൊതുവിതരണ സംവിധാനം രാജ്യത്തെ മികച്ച സംവിധാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ജനസംഖ്യാ മാറ്റങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, സാങ്കേതിക പുരോഗതി എന്നിവയെ അടിസ്ഥാനമാക്കി തുടർച്ചയായി പുതുക്കലുകൾ ആവശ്യമായി വരുന്നു. അതിനാൽ റേഷൻ കാർഡ് ഉടമകൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധാപൂർവം പിന്തുടരുകയും ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. ഭാവിയിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങളും മെച്ചപ്പെട്ട വിതരണ സംവിധാനങ്ങളും ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് പൊതുവിതരണ മേഖല മുന്നേറുന്നത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയമാണ് കുടുംബത്തിലെ അംഗങ്ങളുടെ യോഗ്യത പരിശോധന. ചില കുടുംബങ്ങൾ പഴയ ഭാഗത്തിൽ തന്നെ തുടരുന്ന സാഹചര്യം സർക്കാർ ഇടയ്ക്കിടെ പരിശോധിക്കാറുണ്ട്. യഥാർത്ഥ അർഹതയുള്ളവർക്ക് കൂടുതൽ ഫലപ്രദമായി ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് ഇത്തരം പരിശോധനകൾ നടത്തപ്പെടുന്നു. അതേസമയം തെറ്റായ വിവരങ്ങൾ മൂലം അർഹരായവർക്ക് ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനും അധികൃതർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. അതിനാൽ കുടുംബത്തിന്റെ നിലവിലെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ പലപ്പോഴും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ചിലർക്കിപ്പോഴും വിവര വ്യത്യാസങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പേര്, ജനനത്തീയതി, വിലാസം എന്നിവയിൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ അപേക്ഷ നൽകുകയും രേഖകൾ പുതുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭാവിയിൽ കൂടുതൽ സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതിനാൽ ഈ വിവരങ്ങൾ കൃത്യതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനത്തിൽ സ്റ്റോക്ക് മാനേജ്മെന്റും കൂടുതൽ ആധുനികമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഓരോ റേഷൻ കടയിലും ലഭ്യമായ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ തുടങ്ങിയ സാധനങ്ങളുടെ ലഭ്യത ഡിജിറ്റൽ രീതി നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ഇതുവഴി വിതരണത്തിലെ തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും സാധിക്കുന്നു. ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി സാധനങ്ങൾ ലഭിക്കുന്നതിനും ഇത് സഹായകരമാണ്. റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. ചില പ്രദേശങ്ങളിൽ വിതരണത്തിൽ കാലതാമസം, അളവിൽ കുറവ്, സ്റ്റോക്ക് ലഭ്യത കുറവ് തുടങ്ങിയ പരാതികൾ ഉയരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതി നൽകുന്നതിനും അതിന്റെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുമായി വിവിധ സംവിധാനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പൊതുവിതരണ മേഖലയിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നു. മുൻഗണന ഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ ഇന്നും നിരവധി കുടുംബങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുന്നതിൽ നിർണായകമാണ്. വിപണിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില ഉയരുന്ന സാഹചര്യങ്ങളിൽ പൊതുവിതരണ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന അരിയും മറ്റ് അവശ്യ വസ്തുക്കളും വലിയ ആശ്വാസമാണ്. അതിന് അർഹരായവർക്ക് അവരുടെ അവകാശങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും അർഹത നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. പല ധനസഹായ പദ്ധതികളിലും കുടുംബത്തിന്റെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനുള്ള പ്രധാന രേഖയായി റേഷൻ കാർഡ് ഉപയോഗിക്കുന്നു. അതിനാൽ കാർഡിലെ വിഭാഗം, കുടുംബങ്ങളുടെ എണ്ണം, വിലാസം എന്നിവ കൃത്യമായിരിക്കണം. തെറ്റായ വിവരങ്ങൾ ഭാവിയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ ഭാവിയിൽ പൊതുവിതരണ സംവിധാനം കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സ്റ്റാറ്റസ് ട്രാക്കിംഗ്, ഡിജിറ്റൽ അറിയിപ്പുകൾ, ഇലക്ട്രോണിക് രേഖകൾ തുടങ്ങിയ സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാക്കാൻ സാധ്യതയുണ്ട്. ഇതുവഴി ഗുണഭോക്താക്കൾക്ക് വീട്ടിലിരുന്ന് തന്നെ പല സേവനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. റേഷൻ കാർഡിലെ അംഗങ്ങളെ ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. പുതുതായി ജനിച്ച കുട്ടികളെ സമയബന്ധിതമായി കാർഡിൽ ഉൾപ്പെടുത്തുന്നത് ഭാവിയിൽ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സഹായകരമാണ്. അതുപോലെ വിവാഹം മൂലം മറ്റൊരു കുടുംബത്തിലേക്ക് മാറുന്ന അംഗങ്ങളുടെ വിവരങ്ങൾ പുതുക്കുകയും മരണപ്പെട്ട അംഗങ്ങളെ രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം പുതുക്കലുകൾ കൃത്യമായി നടക്കുമ്പോൾ മാത്രമേ കുടുംബത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി അന്ത്യോദയ അന്യോജന ഭാഗത്തിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതിനാൽ യഥാർത്ഥ അർഹരായവർക്ക് ഈ ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ഇടയ്ക്കിടെ പരിശോധിക്കപ്പെടുന്നു. അർഹതയുള്ളവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കുന്നതിനും അധികൃതർ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായ മാതൃകകളിൽ ഒന്നായി തുടരുകയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഈ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ വിവിധ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
റേഷൻ കാർഡ് ഉടമകൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ രേഖകൾ പുതുക്കുകയും സേവനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈ സംവിധാനത്തിന്റെ പ്രയോജനം കൂടുതൽ ഫലപ്രദമായി ലഭ്യമാകും. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ദിനംപ്രതി ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.